നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കില്ല എന്ന് PV അൻവർ MLA വ്യക്തമാക്കുകയാണ്. തന്നെ പ്രതിപക്ഷമാക്കാൻ CPIM-ന് വ്യഗ്രതയാണ് എന്ന വിമർശനവും അൻവറിനുണ്ട്. നിയമസഭയിൽ തറയിലും ഇരിക്കാലോ എന്നായിരുന്നു അൻവറിന്റെ ഇന്നത്തെ പ്രതികരണം. തിങ്കളാഴ്ച സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് അൻവർ വ്യക്തമാക്കുന്നുമുണ്ട്. അതേസമയം ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA-ക്കെതിരെ വീണ്ടും കേസുണ്ടാകുന്നു. അരീക്കോട് MSP ക്യാമ്പിൽ വെച്ച് ഫോൺ ചോർത്തി എന്ന പരാമർശത്തിലാണ് മഞ്ചേരി പോലീസിന് നടപടി ഉണ്ടായിരിക്കുന്നത്. PV അൻവർ MLA ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, കണ്ണൂരിലെ പ്രബലനായ ഒരു CPM നേതാവ് തനിക്കൊപ്പം ഉണ്ട്, പാർട്ടിയിലെ പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് തന്നെ പിന്തുണയ്ക്കുന്നത്. ഇത് ഏത് നിലയ്ക്കാണ്, ആരെക്കുറിച്ചിട്ടുള്ള പരാമർശമാണ് PV അൻവർ നടത്തിയിരിക്കുന്നത്? PV അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നിൽ പാർട്ടിയിലെ ഒരു വിഭാഗമുണ്ട് എന്ന നിരീക്ഷണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ PV അൻവർ ഇന്ന് നടത്തിയിരിക്കുന്ന പരാമർശങ്ങളെ ഏത് നിലയ്ക്കാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ഈ വൈകുന്നേരം ന്യൂസ് ഈവനിംഗ് ഈ വിഷയം പരിശോധിക്കുകയാണ്. അൻവറിന്റെ പാർട്ടി തുണ ആരാണ്? പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് വസന്ത് തെങ്ങുംപിള്ളി, ഇടത് സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A സജീവൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, ആരാണ് PV അൻവർ MLA-യെ പിന്തുണയ്ക്കുന്ന കണ്ണൂരിൽ നിന്നുള്ള ആ പാർട്ടിയിലെ പ്രബലനായ വ്യക്തിത്വം? താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഗോപികൃഷ്ണൻ, അതൊരു താങ്കൾക്ക് തോന്നിയില്ലേ? അത് അൻവറിന്റെ ഒരു ഉണ്ടയില്ല വീഡിയോയായിട്ട് തന്നെ തോന്നിയില്ലേ അത് കേൾക്കുമ്പോ? അത് ആർക്കാണ് അങ്ങനെ തോന്നാത്തത്? ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ, ഈ അൻവർ പറഞ്ഞ വാചകം അതേപോലെ ഉദ്ധരിച്ചല്ലോ. നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തി, CPIM-ൽ നേതൃസ്ഥാനമൊക്കെ അലങ്കാരത്തിന് വേണ്ടി ഉള്ളതാണെന്ന് ഈ മാന്യദേഹത്തോട് ആരാണോ പറഞ്ഞു കൊടുത്തത്? അപ്പൊ തന്നെ അറിയാമല്ലോ, അങ്ങനെ ആരെങ്കിലും ഓതി കൊടുക്കുന്നത് അതേ തത്തമ്മേ പൂച്ച ചൊല്ലുമ്പോഴുണ്ടാവുന്ന കുഴപ്പമാണിത്. വലിയ പദവി അലങ്കരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട്, അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് വെറൊരു സ്ലിപ്പ് ഓഫ് ടങ് ആയിട്ടല്ല, അൻവറിന് ഫീഡ് ചെയ്ത് കൊടുത്ത കേന്ദ്രങ്ങൾക്ക് അത്രേ ഉള്ളൂ. അത് സംബന്ധിച്ച CPM-ന്റെ ഉള്ളിലെ കാര്യങ്ങളെ പറ്റിയുള്ള പരിജ്ഞാനം, നേതൃപദവി അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ് CPM-ലെ ആൾക്കാർ എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇതിനകത്തൊരു പ്രശ്നം, ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന, തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊക്കെ ADGP-ക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെയായിരുന്നല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് പാർട്ടിക്കകത്ത് നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കം, അതിൽ PV അൻവർ ഒരു ഉപകരണമാക്കപ്പെടുന്നു, അൻവറിന് അങ്ങനെ ഒരു വലിയ പിന്തുണയുണ്ട് എന്ന് തുടക്കത്തിൽ ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. മറുതലയ്ക്കൽ പാർട്ടിയിൽ നിന്ന് അൻവറിനെ പിന്തുണയ്ക്കുന്നത് P ജയരാജനാണ് എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ PV അൻവർ പറയുന്നു അന്ന് ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ പാർട്ടിയിൽ നിന്നൊരു പിന്തുണയുണ്ട്, പക്ഷേ കണ്ണൂരിൽ നിന്നൊരു നേതാവുണ്ട്, പാർട്ടിയിലെ ഒരു പദവിയിലിരിക്കുന്നയാളാണ്, പക്ഷെ അത് P ജയരാജനല്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു വിഭാഗത്തിൻ്റെ രഹസ്യമായ പിന്തുണ അൻവറിൻ്റെ ഈ കലാപത്തിന് പിന്നിലുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് ഗോവിന്ദ മാഷ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ് ദേശാഭിമാനിയിൽ 1-ാം പേജിൽ തന്നെ ലീഡ് ഹെഡിങ് ആയിട്ട് വന്നല്ലോ, അൻവറിന്റെ പാർട്ടി സമ്മേളനങ്ങൾ, അൻവറിന്റെ ലക്ഷ്യങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ എന്ന് തന്നെ പറഞ്ഞു. നേരെ ഇപ്പോഴല്ല, ആഴ്ചകൾക്ക് മുമ്പേ വന്നു. ഞാൻ ആ ഡേറ്റ് വേണമെങ്കിൽ പറയാം, എൻ്റെ കയ്യിലുണ്ടോ അത് നോക്കി പറയാം ഏത് ഡേറ്റിലാണ് മാഷ് അത് പറഞ്ഞതെന്നുള്ളത്. അപ്പൊ ഇത് അൻവറിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് പാർട്ടി കാണാതിരുന്നിട്ടില്ല, അത് പറയാതെയും ഇരുന്നിട്ടില്ല. ആ തരത്തിൽ തന്നെയാണ് പാർട്ടി അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. പാർട്ടി അതിനെ മൊത്തത്തിൽ ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞല്ലോ, P ജയരാജനെ ഒന്നും ഇതിനകത്ത് കൂട്ടിക്കെട്ടാനായിട്ട് ഒരു കാരണവശാലും അൻവറിന് കഴിയില്ല. അതൊക്കെ വേറെ ജനുസാണ് സാധനം. അൻവർ ഉദ്ദേശിക്കുന്നയാളല്ല P ജയരാജൻ. അത് ഈ അൻവറിന് മറുപടി പറയേണ്ട ആളുമല്ല P ജയരാജൻ. എൻ്റെ ഒന്നും ആവശ്യവുമില്ല. ഗോപികൃഷ്ണൻ, താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ അങ്ങോട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും ചോദിക്കാൻ ബോധപൂർവം മടിക്കുന്നതാണോ, അതോ വേണ്ടെന്ന് വെച്ചിട്ടാണോ, അതോ മറന്നതാണോ? ഏതായാലും ഒരു ചോദ്യം ചോദിക്കേണ്ടതാണ് അൻവറിനോട്. കാരണം 29-ാം തീയതി ശനിയാഴ്ച അൻവർ പറഞ്ഞത്, ഞാൻ ഇനി നേരെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് തിങ്കളാഴ്ച. തിങ്കളാഴ്ച എന്ന് പറയുന്ന തീയതി ഏതാ? ഈ മാസം ഒക്ടോബർ 1-ാം തീയതി. ഇന്നിപ്പോ തീയതി എത്രയായി? ഇന്ന് തീയതി 4 എന്താണ് താങ്കൾ ഹൈക്കോടതിയിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് പോവാത്തതെന്ന് ചോദിക്കാൻ ഒരു മാധ്യമപ്രവർത്തകരും ഇല്ല, ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളും ഇല്ല.
എന്താണ് അൻവർ അങ്ങോട്ട് കോടതിയിലേക്ക് പോവാത്തതെന്ന്? അതെന്താണ് ഗോപീഷ്ണൻ ആ ചോദ്യം ചോദിക്കാത്തത്? അപ്പൊ അതിന് പകരം ഓരോ ദിവസവും ഓരോ പുതിയ വിവാദത്തിന് തിരികൊളുത്തി അതുകൊണ്ട് വരികയാണ്. പിന്നെ അത് പക്ഷേ ഞാനീ ശ്രീ പറഞ്ഞത് ജയേന്ദ്രൻ, അൻവറിന് മറുഭാഗത്ത് പറയാൻ വേറെ ചില കാര്യങ്ങളുണ്ടാകും. ഇപ്പൊ ADGPക്കെതിരെ ഞാൻ ആരോപണം ഉന്നയിച്ചു. തിങ്കളാഴ്ചക്കകം ADGPയെ മാറ്റണമെന്ന ഒരു അന്ത്യശാസനം മുന്നണിക്കകത്ത് നിന്ന് CPIക്കുണ്ട്. ADGP RSS നേതാക്കളെ കണ്ട കാര്യങ്ങളിലെ പിഴവ് സംബന്ധിച്ച് DGPയുടെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇത്ര നാൾ മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തി ADGP ഇനി ഏറെ മണിക്കൂറുകൾ സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല എന്ന സാഹചര്യമുണ്ട്. അൻവറിന് പറയാം, എൻ്റെ ആദ്യത്തെ വിജയപ്രഖ്യാപനമായി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ നടപടിയെ വിശേഷിപ്പിക്കാം. കുറച്ച് മണിക്കൂറുകൾ ഒരുപക്ഷെ കാത്തിരുന്നാൽ മതിയാകും. അങ്ങനെ ശുദ്ധ അസംബന്ധമല്ലേ അങ്ങനെ വിശേഷിപ്പിച്ചാൽ തന്നെ? അങ്ങനെ വിശേഷിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ ആ ശുദ്ധ അസംബന്ധം, കർമ്മബലം ഒന്നും പറഞ്ഞാൽ പോരാ. കാരണം അൻവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് കഴിഞ്ഞ മാസം 2-ാം തീയതി ആണല്ലോ. പിറ്റേ ദിവസം പിന്നെ DGPയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു വിഷയം അന്വേഷിക്കാനായിട്ട്. അവർക്ക് കാലാവധി 1 മാസം പറയുകയും ചെയ്തു. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ലേ? ശ്രീ M. ജയചന്ദ്രൻ, സാങ്കേതിക പ്രശ്നമുണ്ട്. താങ്കൾ പറയുന്നത് എനിക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നില്ല. എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. താങ്കളുടെ ശബ്ദം മ്യൂട്ടായി പോയിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, PV അൻവർ തുടങ്ങിവെച്ച ഈ കലാപം, PV അൻവർ തുടങ്ങിവെച്ച ഈ വിവാദം, PV അൻവർ നിരന്തരമായി ഉന്നയിച്ച ഈ ആരോപണങ്ങൾ, അതിൻ്റെ തൊട്ടു പിന്നാലെ അൻവർ ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രഖ്യാപനം വരാനിരിക്കുകയാണ്. അതിൻ്റെ നയപ്രഖ്യാപനം ഒരുപക്ഷെ മഞ്ചേരിയിൽ ഏതാണ്ട് 1 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ പൊതുസമ്മേളനത്തിൽ വെച്ചുണ്ടാകും. അപ്പോൾ അൻവർ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ പിന്തുണയ്ക്കുന്നത് CPMനകത്ത് തന്നെ കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവുണ്ടെന്നാണ്. അപ്പോൾ പാർട്ടിക്കകത്തു നിന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയിലാണ് അൻവർ ഈ കരുത്ത് കാട്ടാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ധരിക്കുന്നുണ്ടോ? അല്ല ഗോപികൃഷ്ണൻ, നോക്കൂ, അത് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണല്ലോ ഇപ്പൊ ഡൽഹിയിൽ മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് കൊടുത്ത ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടായത്. മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കുന്നു. പണ്ടെങ്ങനെയായിരുന്നു? VS ആയിരുന്നപ്പോഴും അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായിരുന്നപ്പോഴും പാർട്ടിയുമായി ആലോചിച്ച് പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരുന്നു മുഖ്യമന്ത്രിമാർ മുമ്പോട്ട് പോയിരുന്നത്. പക്ഷേ ഇപ്പൊ ഈ ഹിന്ദുവിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് യാതൊരു അറിവുമേ ഇല്ല എന്നതുകൊണ്ടാണല്ലോ പ്രസ് സെക്രട്ടറി മനോജ് ഹിന്ദുവിന് നോട്ടീസ് അയക്കുന്നത്. കാരണം അങ്ങനെ ഒരു നോട്ടീസ് ചെന്നാൽ അത് ആരെയാണ് കൂടുതൽ അപകടത്തിലാക്കുന്നതെന്നുള്ള ബോധ്യം വളരെ മുതിർന്ന നേതാവായ കമ്മ്യൂണിസ്റ്റ് നേതാവായ ശ്രീ മനോജിന് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആ നോട്ടീസ് അയച്ചത് കൊണ്ട് ആരാണ് അപകടത്തിൽപ്പെട്ടത്? അപകടത്തിൽപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. ഹിന്ദു പറയുകയാണ്, നോക്കൂ, ഇത് ഇങ്ങനെ ഒരു PR ഏജൻസിയാണ് ഈ പണിക്ക് മുതിർന്നത്, ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാന്ന് ഹിന്ദു പറഞ്ഞു ഒഴിയുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങളെയാണ് സമീപിച്ചത്, അതായത് ലേഖികയായിട്ടുള്ള ശോഭയാണ് ഇതാ ഇങ്ങനൊരു ഇന്റർവ്യൂ നിങ്ങൾ എടുക്കൂ, മുഖ്യമന്ത്രി ഈ ദിവസം ഡൽഹിയിലുണ്ട് എന്ന് പറഞ്ഞ് സമീപിച്ചത് എന്നതടക്കം വെളിയിൽ വന്നു. അത് വെളിയിൽ വരാൻ കാര്യം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായ പാർട്ടിക്കാരനായ M. മനോജിന്റെ ലെറ്ററാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ എല്ലാ ദിവസത്തെയും ചിരി പോലെ, ഇന്ന് ലോക ചിരി ദിനമാണല്ലോ, എല്ലാ ദിവസത്തെയും ചിരി പോലെ ഒതുക്കി കളയാമായിരുന്നു. അപ്പോൾ കൃത്യമാണ്, പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു. ആ സമ്മേളനങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ശ്രീ P. ശശിയെ കെട്ടിയിറക്കി സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് അങ്ങനെ പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് കോടിയേരി ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ജയരാജനെ ഒതുക്കിയ വേദിയിൽ ശശിയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ പാർട്ടിക്കുള്ളിലെ പിണറായി പക്ഷം. ആ പിണറായി പക്ഷം അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ അതിൽ വിഷമമുള്ളവരുണ്ടാവും, വിറളി പൂണ്ട് നിൽക്കുന്നവരുണ്ടാകും. അതിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ലോബി മാത്രമാണ് എന്നൊന്നും ഞാൻ പറയില്ല. എന്താ ശൈലജ ടീച്ചർക്ക് വിഷമം ഉണ്ടായിക്കൂടെ? മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരെ പ്രതിഷ്ഠിച്ച് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരുന്നിടത്തു നിന്നാണ് രണ്ടാമത് വീണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ മുഴുവൻ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അവതരിക്കുന്നത്. ഇനി ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ശശി അല്ലെങ്കിൽ റിയാസ് എന്നതിനപ്പുറത്തൊരു ഉത്തരം പറയാൻ ആ പാർട്ടി ക്യാമ്പിന്, പിണറായി ക്യാമ്പിന് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്താൻ, ശശിയുടെ പ്രതിഷ്ഠ നടത്താൻ ഇറങ്ങി പുറപ്പെടുന്ന പിണറായി ക്യാമ്പിനുള്ള മറുപടിയാവും ഒരുപക്ഷെ അൻവറിലൂടെ ആ പാർട്ടിയിലെ വിഭാഗം നടത്തുന്നത്. പക്ഷെ ഞങ്ങൾ കാണുന്നത് ഇതിൽ അൻവറിനെയോ ആ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വിഭാഗീയ ചിന്തകളെയോ അല്ല. അല്ല, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ച് പരസ്യമായി രംഗത്ത് വരാൻ CPMനകത്തെ ഒരു വിഭാഗം മടിച്ചു നിന്നിരുന്നു. അവരിൽ ഒരു വലിയ പ്രബല വിഭാഗം പിണറായിയുടെ ഈ ഒറ്റയാൻ പോക്കിനും
അതുപോലെ തന്നെ കുടുംബത്തെ ചേർത്ത് നിർത്തിയുള്ള നീക്കങ്ങൾക്കുമൊക്കെ എതിരായി പാർട്ടിയിൽ നിലപാട് സ്വീകരിക്കുന്നവരാണെന്നും അവർക്ക് വേണ്ടിയാണ് PV അൻവർ സംസാരിക്കുന്നത് എന്നൊക്കെയാണോ? അല്ല, നോക്കൂ ഗോപികൃഷ്ണൻ, പണ്ട് CPM എന്തായിരുന്നു? CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആയിരുന്നു. ഇന്ന് കുറെ കാലങ്ങളായി 7 വർഷമായി CPM എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഫോർ പിണറായി ആൻഡ് മരുമകനും പിണറായിക്കും വേണ്ടിയുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റുകളുടെ കൂട്ടമായി ആ പാർട്ടിയെ പിണറായി മാറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ലെന്നേ, ആ പാർട്ടിക്കുള്ളവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നതല്ലേ, എത്ര ആവേശത്തോടു കൂടി പിണറായിയെ ഡിഫെൻഡ് ചെയ്തിരുന്നവരാണ് ഈ ഹിന്ദു വിവാദവുമായി ബന്ധപ്പെട്ട്. പാർട്ടി അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതാണ് എന്നാണ് പല ഇടതു പ്രതിനിധികളും പറഞ്ഞിരുന്നത്. ഇപ്പൊ MJ അത് പറയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോ വളരെ കൃത്യമാണ്, അൻവർ പറഞ്ഞ വിഷയത്തോടാണ് ഞങ്ങൾ താതാമ്യപ്പെടുന്നത്. അൻവറിനോടോ ആ പാർട്ടിയുടെ വിഭാഗീയതയോടോ ഒന്നും ഞങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് ഞങ്ങളുടെ ബിസിനസ് അല്ലത്. ഞങ്ങൾ താതാമ്യപ്പെടുന്നത്, ഞങ്ങൾ രമ്യതപ്പെടുന്നത്, ഞങ്ങൾ സമരസപ്പെടുന്നത് അൻവർ മുമ്പോട്ട് വെച്ച വിഷയങ്ങൾ. ആ വിഷയങ്ങൾ കുറെ കാലമായി കേരളത്തിലെ പ്രതിപക്ഷം പറയുന്നതാണ്. RSSന് വേണ്ടി കേരളത്തിൽ ഭരണം നടത്തുന്ന RSS CPM സഖ്യ സർക്കാരിന്റെ നേതാവായ പിണറായി വിജയൻ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായികൾക്കെതിരെയാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഇപ്പൊ അൻവർ പറഞ്ഞാൽ ഞങ്ങൾ അൻവറിന്റെ കൂടെ നിൽക്കും. ആ നിലപാട് നാളെ പി ശശി വന്നിട്ട് പറയാ എന്നെ കൊണ്ട് ഇത് മുഴുവൻ അൻവർ പറഞ്ഞ നിലപാടിന് കൂടെ നിൽക്കുമ്പോൾ ആ പാളയത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു സ്വതന്ത്ര MLA ആയി നിൽക്കുന്നയാളാണ് അൻവർ. അപ്പോൾ സ്വാഭാവികമായും അൻവറിന്റെ നിലപാടുകളെ നിങ്ങൾ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുമ്പോൾ ഇനി അൻവറിന്റെ പുതിയ താവളം, പുതിയ ലയം, അത് ഇനി കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തേക്കാണോ എന്ന സംശയമുണ്ടാകും. അങ്ങനെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അൻവർ പറയുന്നു, ഞാൻ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാനുമില്ല. നിങ്ങൾ രാഷ്ട്രീയമായ അൻവറിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുമ്പോഴും നിങ്ങളുടെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാനില്ല എന്ന് PV അൻവർ നിലപാടെടുക്കുകയാണ്. അല്ല ഗോപികൃഷ്ണൻ, അൻവർ ഇനി തീരുമാനിക്കുകയാണ് കോൺഗ്രസിനൊപ്പം ചേർന്നേക്കാം എന്ന് പറഞ്ഞാൽ ആർക്കും മുമ്പിൽ തുറന്നു കിടക്കുന്ന സത്രത്തിന്റെ വാതിലൊന്നുമല്ല ഇന്ദിരാഭവൻ. അത് കോൺഗ്രസ് നേതൃത്വം ചേർന്നെടുക്കേണ്ട, ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വിഷയം PV അൻവർ അല്ല. ഞങ്ങൾ കാലങ്ങളായി പറയുന്ന ഒരു കാര്യം ഒരു മൈക്രോഫോണായി PV അൻവർ വിളിച്ചു പറയുന്നു. ഇപ്പൊ RSS ബാന്ധവം ആദ്യം തുറന്നു പറഞ്ഞത്, അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടത് പ്രതിപക്ഷ നേതാവല്ലേ. ഹിന്ദുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അൻവർ പറയുന്നത്. ഞങ്ങൾ ആ ആശയത്തോട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വിഷയങ്ങളോടാണ് ഞങ്ങൾ രമ്യതപ്പെടുന്നത്, ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നത്. അല്ലാതെ ശ്രീ PV അൻവർ ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞ് ഈ സർക്കാർ അട്ടിമറിക്കപ്പെടും, നാളെ രാവിലെ ഈ സർക്കാർ താഴെ പോകും എന്നൊന്നും കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരല്ലോ ഞങ്ങളോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ A സജീവൻ നമ്മളോടൊപ്പം ചേരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ A സജീവൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ A സജീവൻ, ഈ ഭരണകക്ഷി MLA ആയി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കും വിധം സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനം നടത്തുന്ന ADGPക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടായിരുന്നത് അൻവറിന് പിന്നിൽ, അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കാൾ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെട്ടത് ആർക്കു വേണ്ടിയാണ് അൻവർ നിലകൊള്ളുന്നത് എന്നതായിരുന്നു. ആരുടെ ബലത്തിലാണ് അൻവർ ഇങ്ങനെ പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നായിരുന്നു. ആ സമയങ്ങളിൽ പറഞ്ഞു കേട്ട ഒരു പേര് P ജയരാജൻ്റെതായിരുന്നു. ഈ പിണറായി വിജയൻ വിഭാഗത്തിനെതിരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അവർക്ക് വേണ്ടി PV അൻവർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന നിലയ്ക്കായിരുന്നു. അതിനുശേഷം കാര്യങ്ങൾ പാർട്ടി തള്ളിപ്പറയുന്നു, മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നു, സർക്കാർ ഒറ്റപ്പെടുത്തുന്നു, PV അൻവറിനെതിരെ കേസുകൾ ഉണ്ടാകുന്നു. അതിനെല്ലാം ഒടുവിൽ അൻവർ ഇപ്പോൾ പറയുന്നു, ഞാൻ നിൽക്കുന്നത് എനിക്ക് പിന്തുണയുമായി കണ്ണൂരിൽ നിന്ന് പാർട്ടി പദവിയിലുള്ള ഒരു നേതാവുണ്ട്, പിന്നെ ധാരാളം അണികളുണ്ട്, പല MLA-മാരും ഉണ്ടെന്നാണ്. അതായത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ അതൃപ്തി കൂടിയാണ് തൻ്റെ ആരോപണങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കും വിധം അങ്ങനെ ഒരു സംഘം അൻവറിന് പിന്നിലുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീ A സജീവൻ? അൻവറിന് പിന്നിൽ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞ കാര്യം, വ്യക്തിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും താങ്കൾ പറഞ്ഞ പോലെ പലരും പറഞ്ഞിട്ടുള്ള P ജയരാജനാണ്, G സുധാകരൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇതിൽ G സുധാകരൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. P ജയരാജൻ അൻവറിന്റെ നിലപാടുകളെ തള്ളി പറഞ്ഞയാളാണ്. വളരെ ശക്തമായിട്ട് അത് അൻവർ പാർട്ടി വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ചെയ്യുന്നത് എന്ന് ജയരാജൻ തള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
സ്വാഭാവികമായിട്ട് കണ്ണൂർ അൻവർ ഈ പുകമറയുടെ രീതിയിൽ സംസാരിക്കാതിരിക്കുകയാണ് ആദ്യം വേണ്ടത്. അൻവറിന് പറയാമല്ലോ, അദ്ദേഹം CPM-ന്റെ പ്രതിനിധിയല്ല, അദ്ദേഹം CPM-ലെ പ്രാഥമിക അംഗത്വം പോലുള്ള ആളല്ല. ഇതൊന്നും അല്ലാതിരിക്കെ അദ്ദേഹത്തിന് പറയുന്നത് ഞാൻ എന്റെ പിന്നിൽ ഇന്ന ആളുകളുണ്ട് എന്ന്. അദ്ദേഹം പറയുന്നത് നേതാക്കന്മാരാരും ശരിയല്ല, പാർട്ടി എന്നോടൊപ്പമാണ്, സാധാരണ ജനങ്ങൾ എന്നോടൊപ്പമാണെന്നാണ്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഇപ്പൊ രംഗത്ത് വന്നതിൽ ഒരാളുള്ളത് പഴയ മലപ്പുറത്ത് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന സുഗുവാണ്. അപ്പൊ സുഗു സ്വാഭാവികമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെ മറ്റാളുകളൊന്നും വന്നിട്ടില്ല. അപ്പൊ അൻവർ പറയുന്നതിൽ കൃത്യമായിട്ടുള്ള ആളുകളുടെ കാര്യം പറയണം. അൻവറിന് ഇതൊക്കെ പറയാം, പക്ഷെ അൻവറിന്റെ ഒരു വലിയ പ്രശ്നമാണ് അൻവറിന്റെ വിശ്വാസ്യത ഇപ്പോഴും അൻവർ തന്നെയാണ് നശിപ്പിക്കുന്നത്. അൻവർ ഈ പ്രശ്നം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസമായി. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ തെളിവുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് അദ്ദേഹം ചെയ്യേണ്ട, അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ ഒരു 1.5 മാസത്തിനിടയിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ നിയമ നടപടി എടുക്കാൻ പോകുന്നു, കോടതിയാണ് ശരണം എന്ന് പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ട അതാണ്. ഈ പ്രശ്നത്തിൽ അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും ഈ സ്വജനപക്ഷപാതത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്താണ് ഈ പൂരം കലക്കലിന്റെ കാര്യത്തിലാണെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിലൊക്കെ ഓരോന്നിലും അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത പോലീസിലോ അദ്ദേഹത്തിന് തീരെ വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രിയുടെ അടുത്തോ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എങ്കിൽ അദ്ദേഹം കോടതിയിൽ പോകേണ്ടതാണ്. പക്ഷെ അൻവർ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയിട്ടില്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും തനിയാവർത്തനമായിട്ട് ഒരു സംശയം, അതായത് അൻവർ ഉന്നയിച്ച ഈ ആരോപണങ്ങളിന്മേൽ അതിന്റെ വസ്തുതാന്വേഷണവും ഒക്കെ നടത്തി അതിലെ കുറ്റക്കാരെ കണ്ടെത്തി നടപടി എടുക്കും വരെ അതോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു പോരാട്ടം എന്ന നിലയിലാണോ അൻവറിന്റെ ഈ നീക്കങ്ങളെയൊക്കെ താങ്കൾ കാണുന്നത്? അതോ അൻവർ ഈ ഭരണകക്ഷിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അതിൽ CPM-നകത്ത് ഒരു വിഭാഗീയത ഉണ്ടെങ്കിൽ, അതിനകത്തൊരു വിഭാഗത്തിന് പിണറായി വിജയന്റെ നടപ്പ് രീതികളിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അൻവർ ഒരു ഉപകരണമാക്കപ്പെട്ടു എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? തീർച്ചയായുമില്ല. കാരണം ഇതില് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ പറഞ്ഞതുപോലെ CPM-നകത്ത് എല്ലാവരും ഒരേ രീതിയിലാണ് സംസാരിക്കുന്ന, ഒരേ നിലപാടുള്ള ആളുകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് ഈ നേതാക്കന്മാരൊക്കെ ആയിട്ടടുത്ത് ബന്ധമുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഔദ്യോഗിക പക്ഷം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും ഉൾപ്പെടുന്ന വിഭാഗത്തിനോട് വിയോജിപ്പുള്ള ധാരാളം നേതാക്കന്മാർ, സാധാരണ പ്രവർത്തകർ മുതൽ ധാരാളം നേതാക്കന്മാരുണ്ട്. ആ രീതി ശരിയല്ല എന്നുള്ള നിലപാടുള്ള ആളുകളുണ്ട്. പലപ്പോഴും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ ഈ തരത്തിൽ ചർച്ചകൾ നടക്കാറ്. ഇപ്പൊ ബ്രാഞ്ച് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞപ്പോൾ ലോക്കലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അവിടേക്ക് ഈ ചർച്ചകളൊക്കെ നടക്കുന്നതായിട്ട് നമുക്കറിയാം. പക്ഷേ അത് ആ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള വിമർശനത്തിന്റെ രീതിയിലേക്കാണ് പോവുക. അൻവർ പക്ഷേ ഇതിൽ ഉപകരണമാക്കപ്പെട്ടു എന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അൻവറിന്റെ നിലപാടിനോട് യോജിപ്പുള്ള ആളുകൾ CPM-നകത്തുണ്ട് എന്നത് ഉറപ്പാണ്. പക്ഷേ അൻവർ ഉപകരണമാക്കപ്പെടുകയാണ്. അൻവർ ആദ്യം ഈ പ്രശ്നം കൊണ്ടുവന്നിട്ട് ഈ സുജിത് ദാസിനെതിരെയും അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ അവർക്കേറെ നടപടി ഉണ്ടാകും എന്നുള്ള വിശ്വാസമുണ്ട്. അൻവറിന്റെ ആദ്യത്തെ പ്രതികരണങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശക്തമായ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ രണ്ടുപേർക്കെതിരെ മുഖ്യമന്ത്രി നടപടിക്ക് ആദ്യം അദ്ദേഹം ശശിയുടെ അടുത്ത് പോയതിനായിരുന്നു. ശശി അത് കേൾക്കാതിരുന്നത് കൊണ്ടാണ് എനിക്ക് ശശിയോട് വിയോജിപ്പുണ്ടായത്, ശശിയെ ഞാൻ അകറ്റി നിർത്തിയതെന്ന് അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതിലൊക്കെ എല്ലാം കേട്ടു, അദ്ദേഹം നടപടി എടുക്കുന്ന അൻവർ പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദൻ മാഷ് ഇതെല്ലാം കേട്ടു, അദ്ദേഹം പാർട്ടി തലത്തിൽ നടപടി എടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഇതൊന്നും ഉണ്ടാവാതിരിക്കുമ്പോൾ ഇതേ ആരോപണം ആദ്യം സുജിത്ദാസിനെതിരെയും അജിത് കുമാറിനെതിരെയും കൊണ്ടുവന്ന ആരോപണം ശശിയിലേക്ക് കൊണ്ടുവരും. ശശി കാട്ടുകള്ളനാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ മുഴുവൻ യഥാർത്ഥ ആള് എന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ല. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ വ്യക്തത ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, അദ്ദേഹത്തിനൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹം പറയുന്ന മുഴുവൻ തെറ്റാണെന്ന് സ്ഥാപിക്കേണ്ട കാര്യം ചുമതലയൊന്നും എനിക്കില്ല. പക്ഷേ അങ്ങനെ പലതും അദ്ദേഹം ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും, പ്രത്യേകിച്ച് കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം, ഈ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കുറെ യാഥാർത്ഥ്യമുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അൻവർ ചെയ്യേണ്ട എന്താണ്? തന്റെ കയ്യിലുള്ള തെളിവ് മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിട്ടോ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പോലീസ് DGPയെ ഏൽപ്പിച്ചിട്ടോ കാര്യമില്ലെങ്കിൽ കോടതിയിൽ പോകണം. കോടതിയിൽ പോയാൽ അദ്ദേഹത്തിന് അവിടെ കോടതിയും സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് അദ്ദേഹം ചെയ്യുക. അത് ചെയ്യുന്നില്ല എന്നതിലാണ് അൻവർ
പറയുന്നതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? അദ്ദേഹത്തിന് ഒരു വ്യക്തിവിരോധം തീർക്കൽ മാത്രമാണോ എന്ന സംശയം ഉണ്ടാകും. ശരി ശരി ശ്രീ സജീവൻ, നമുക്ക് അതിന്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു പാർട്ടി തുണയുണ്ട്, കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രബല നേതാവ് തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്, പാർട്ടിയിൽ നിന്ന് ധാരാളം ആളുകൾ തനിക്ക് പിന്തുണയുമായി രംഗത്തുണ്ട് എന്നാണ്. അൻവറിന്റെ പാർട്ടി, പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനവും അതിന്റെ നയപ്രഖ്യാപനവും വരുന്ന ഞായറാഴ്ച മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരു നേതാവിന്റെ പിന്തുണ തനിക്കുന്നുണ്ട് എന്ന് അൻവർ പറഞ്ഞത് ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണോ? ഈ വിഷയമാണെന്ന് ഈ വൈകുന്നേരം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് വീണ്ടും ഇടത് സഹയാത്രികൻ ശ്രീ എം ജയചന്ദ്രനിലേക്കാണ്. ശ്രീ എം ജയചന്ദ്രൻ, അൻവർ ഉന്നയിച്ച ആരോപണം ഉന്നയിക്കാൻ ഇടയായ സാഹചര്യം അവിടെ നിൽക്കട്ടെ. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, ഇപ്പോൾ ADGPക്ക് എതിരായിട്ടുള്ള ആരോപണം, തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാൻ പോകുന്ന ത്രിതല അന്വേഷണം, അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഉന്നയിച്ച ആരോപണം, P ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളിൽ നിന്നൊക്കെ നീതിപൂർവമായ ഒരു അന്വേഷണവും താൻ ആവശ്യപ്പെട്ട, താൻ പ്രതീക്ഷിക്കുന്ന നിലയ്ക്കുള്ള നടപടിയും ഉണ്ടാകില്ല എന്ന തോന്നലിൽ നിന്നു കൂടിയാണല്ലോ അൻവർ പിന്നെ പരസ്യമായ ഒരു കലാപത്തിലേക്ക് ഇറങ്ങിയതും പിന്നീട് ഇടതുമുന്നണിയിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരുമാനിക്കുന്നതുമൊക്കെ. ഇപ്പോഴൊരു പാർട്ടി പ്രഖ്യാപനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് പി വി അൻവർ. അതിൻ്റെ നയപ്രഖ്യാപനം മഞ്ചേരിയിൽ ഞായറാഴ്ച ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ എല്ലാവരെയും, അതായത് പാർട്ടിയിൽ അസംതൃപ്തരായ വിഭാഗം നേതാക്കളിലും അണികളിലുമുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ വരുന്നവരൊക്കെ കൂടെ പോരട്ടെ എന്നതിനുള്ള ഒരു തന്ത്രമാണോ അൻവർ ഇങ്ങനെ പി ജയരാജനല്ല കണ്ണൂരിലെ മറ്റൊരു നേതാവിൻ്റെ പിന്തുണ എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ഫലം കാണും. ഇത് അൻവർ പറഞ്ഞല്ലോ, താൻ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു, അതൊരു മതേതര പാർട്ടി ആയിരിക്കും. അത് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും, പ്രത്യേകിച്ചും ഭരണപക്ഷത്തിൽ നിന്നുള്ള മാറ്റി നിർത്തിക്കൊള്ളൂ. ഒരു MLA അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അമ്പരന്ന് പോവുക. കാരണം മതേതര പാർട്ടി അല്ലാതെ ഒരു മതപാർട്ടി ഉണ്ടാക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇന്ത്യയിൽ പറ്റുമോ? ഇതറിയാത്ത ആളാണ് ഒരു MLA ആയിട്ട് 8 വർഷമായിട്ട് വിളിക്കുന്നത് നമ്മൾ ആലോചിച്ച് പോവില്ലേ? ശ്രീ ഗോപികൃഷ്ണൻ അദ്ദേഹം പറയുകയാണ് മതേതര പാർട്ടി ഉണ്ടാക്കാനാണ് പോകുന്നത്. ബാക്കിയുള്ള പാർട്ടികളെല്ലാമോ? ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ മതേതര പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം കിട്ടണമെങ്കിൽ. അങ്ങനെയാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ 1951 ജനപ്രാതിനിധ്യ നിയമം അങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിലനിൽക്കുന്ന രാജ്യത്താണ് അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ ആദ്യത്തെ വാചകം താങ്കൾക്ക് ഓർമ്മയില്ലേ? പേര് അൻവർ എന്നായിപ്പോയി, 5 നേരം നിസ്കരിക്കുന്ന ആളായിപ്പോയി. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അതടക്കം മറുപടി പോലും അർഹിക്കാത്ത പരാമർശങ്ങളാണല്ലോ. അതിരിക്കട്ടെ. ഞാൻ പറയുന്നത് ഗോപേഷ്, ഇതിന്റെ പുറകിലുള്ള യഥാർത്ഥ വസ്തുത എന്താണ്? ഇപ്പോഴും മാധ്യമങ്ങൾ തൊടാത്ത ചില പ്രധാനപ്പെട്ട വശങ്ങൾ, വിഷയങ്ങൾ, കോർ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവറിന്റെ തുടക്കം മുതലുള്ള ആരോപണത്തിന്റെ അടിത്തറ എന്താണ്? എയർപോർട്ടിന്റെ പുറത്ത് വെച്ച് കള്ളപ്പണം പിടിക്കുന്നു, കള്ളസ്വർണം പിടിക്കുന്നു. ഇതാണല്ലോ എയർപോർട്ടിന് പുറത്ത് വെച്ച് കള്ളപ്പണവും കള്ളസ്വർണവും പിടിക്കുന്നതാണ് അൻവറുടെ ആരോപണത്തിന്റെ അടിത്തറയായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അത് ആ ഭാഗം മാത്രമൊന്ന് പരിശോധിക്കാതെ പോകുന്നത് എങ്ങനെയാണെന്ന് മാധ്യമങ്ങൾ ഇപ്പോഴും തൊടാതിരിക്കുന്ന അതാണല്ലോ. ഈ എങ്ങനെയാണ് എയർപോർട്ടിന്റെ പുറത്ത് പോലീസിന് ഇത് പിടിക്കാൻ പറ്റുന്നത്? അതൊന്ന് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ അറിയുന്ന ഒറ്റ കാര്യമാണ്, 2021 കേരളത്തിൽ മഹേന്ദ്ര ബാഗിൽ സ്വർണ്ണക്കടത്ത് വന്നല്ലോ, സ്വപ്ന സുരേഷ് നായികയായിട്ടുള്ള കേസ്. അതിനുശേഷമാണ് ഇന്ത്യയിൽ ആദ്യമായ സംസ്ഥാനം കേരളം എയർപോർട്ടിന്റെ പുറത്ത് പോലീസിന് ഇത് പിടിക്കാനുള്ള അധികാരം തന്നെ നൽകുന്നത്, തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള കണക്കുകളാണ് 2022 മുതൽ വന്നത് കേരളത്തിൽ. മുഖ്യമന്ത്രി ഈ മാസം, കഴിഞ്ഞ മാസം 21 നടത്തിയ പത്രസമ്മേളനത്തിൽ അതിന്റെ ഓരോ വർഷത്തെയും 2022, 23, 24 അതുവരെയുള്ള കണക്കുകൾ അദ്ദേഹം പുറത്ത് വിട്ടിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ്? അപ്പൊ അൻവർ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ സ്വർണം എല്ലാം കൂടെ ഇവര് കൊണ്ടുപോയി ഉരുക്കി ഒക്കെ നോക്കി കാണിക്കുന്നത്? അത് നേരെ പോലീസ് കോടതി കൊടുത്താൽ പോലെ. അവിടെ ഞാൻ പറഞ്ഞ പോലെ അമ്പരന്ന് പോവുകയാണ്. കാരണം കസ്റ്റംസിന്റെ മാത്രം അതോറിറ്റി അധികാരമാണ് ഇത് സൂക്ഷിക്കുക എന്നുള്ളത്. ഏതാ ഈ കള്ള സ്വർണം? അത് അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്, അത് അവർക്ക് അവകാശപ്പെട്ടതുമാണ്. അങ്ങനെ പോലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഈ പിടിക്കുന്ന സ്വർണം അവരെയാണ് ഏൽപ്പിക്കുന്നത്. ഉരുക്കി ഏൽപ്പിക്കണം എന്നുള്ളത് നിയമത്തിലെ വ്യവസ്ഥയാണ്. ഈ ഉരുക്കേൽപ്പിക്കുന്ന സ്വർണം എന്താണ് പിന്നെ ചെയ്യുന്നത്? 50 കിലോയോ 100 കിലോയോ ആകുമ്പോൾ വിമാനമാർഗം മുംബൈയിൽ എത്തിച്ച് റിസർവ് ബാങ്കിന് കൈമാറും. കസ്റ്റംസ് അതാണ് ചെയ്യുന്നത്.
എന്നിട്ട് ഈ സ്വർണം അടക്കം ഗ്യാരണ്ടി വെച്ചിട്ടാണ് റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് ഇറക്കുന്നത് ഇന്ത്യയും. ഇത് നിയമത്തിലുള്ള വ്യവസ്ഥയാണ്, അങ്ങനെയാണ് പാലിക്കപ്പെട്ടു പോരുന്നത്. അത് BJP ഗവൺമെന്റ് ഭരിച്ചാലും കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ചാലും ജനതാ ഗവൺമെന്റ് ഭരിച്ചാലും അങ്ങനെ തന്നെയാണ് നിയമം നടന്നു പോരുന്നത്. അവിടെയാണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്, അവിടെയാണ് സംശയവും വരുന്നത്. അൻവർ ഞാൻ ഒരിക്കലും പറയില്ല അൻവർ കള്ളക്കടത്ത് ബന്ധമുള്ള ആളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത്തരം ആരോപണവും എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് മിത്രങ്ങൾ പത്രക്കാർ പലതും ഉണ്ട്. അവരെ അവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് പുകഞ്ഞു നിൽക്കുന്നുണ്ട്. അതിപ്പോ പറയുന്നതും ശരിയല്ല. അത് ഗവൺമെന്റ് അന്വേഷണത്തിലുമുണ്ട്. അതിരിക്കട്ടെ, അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ആ ചർച്ചയിലേക്ക് പോകുമ്പോൾ ഞാൻ താങ്കളോട് പറയുകയാണ്, പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ കള്ളപ്പണവും കള്ളസ്വർണവും എയർപോർട്ടിന് പുറത്തു വെച്ച് പോലീസ് പിടികൂടുന്ന നടപടി 2021 മുതലാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത് മുഴുവനും. അതെന്തുകൊണ്ടാണ് എയർപോർട്ടിൽ പിടിക്കപ്പെടാതെ പോകുന്നത് എന്നുള്ള ചോദ്യം രണ്ടാമത് വരണമല്ലോ. അപ്പോഴാണ് വരുന്നത് എയർപോർട്ടിൽ ബോഡി സ്കാനർ ഇല്ല. നമ്മുടെ എയർപോർട്ടുകളിൽ ബോഡി സ്കാനർ ഇല്ലെന്നേ. ഇതൊക്കെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്, മെറ്റൽ ഡിറ്റക്ടർ മാത്രമേ ഉള്ളൂ. ബോഡി സ്കാനർ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ യാത്രക്കാരനെ ടോട്ടൽ സ്കാൻ ചെയ്യാൻ പറ്റും ഹോൾ ബോഡി സ്കാനറിൽ. അതില്ല. അപ്പൊ അതിന്റെ അകത്തുകൂടിയാണ് ഈ കടത്ത് സ്വർണം കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഈ മറ്റേ കേസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നയതന്ത്രബാധ്യത കേസ് കഴിഞ്ഞപ്പോഴത്തേക്ക് കസ്റ്റംസിന് തന്നെ മറ്റ് പ്രദേശങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റില് എയർപോർട്ടിന് പുറത്ത് ഇൻഫോർമേഴ്സിനെ വെച്ചു. കേരള പോലീസിനും ഇൻഫോർമേഴ്സ് ഉണ്ട്. ആ ഇൻഫോർമർമാര് കസ്റ്റംസിന് ഇൻഫോർമർമാര് ദുബായിലൊന്നും കാര്യമായിട്ട് പരിശോധന ഇപ്പോഴും ഇല്ല. കടത്തിക്കൊണ്ടുവരുന്നത് തന്നെ സ്വർണം കടത്തിക്കൊണ്ടുവരുമ്പോൾ ഇവിടെ അറിയിക്കും. കസ്റ്റംസിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നവരെ പുറത്തുള്ള പോലീസ് ഇൻഫോർമർമാര് അവരുടെ വഴിയിൽ അറിയിക്കും. അപ്പോഴാണ് പിടിച്ചിട്ടാണ് ഇത്രയും കൂട്ടി വെച്ചിരിക്കുന്നത്. ഇനി ഇത് തടയാൻ എന്താണ് വഴി? അത് അൻവറും പറയുന്നില്ല, രാഷ്ട്രീയക്കാരും പറയുന്നില്ല, മാധ്യമങ്ങളും പറയുന്നില്ല. ഒറ്റ വഴിയുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. അത് ഈ കള്ളസ്വർണം പിടിച്ചാൽ അല്ലെങ്കിൽ ഹവാല പണം പിടിച്ചാൽ അങ്ങനെ പിടിക്കപ്പെടുന്നവരുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുക. അതല്ലാതെ വേറെ വഴിയില്ല ഗോപികൃഷ്ണൻ. അത് ചെയ്യേണ്ടത് ആരാണ്? എന്താണ് അൻവർ അങ്ങനെ പറയാത്തത്? രാഷ്ട്രീയക്കാരങ്ങനെ പറയാത്തത് എന്താണ്? അങ്ങനെ 50 പ്രാവശ്യം പിടിച്ചാൽ അവരുടെ പാസ്പോർട്ട് ഇല്ലാതാക്കിയാൽ തീരുവല്ലോ ഇത്. ഈ കള്ളസ്വർണം കൊണ്ടുവരുന്നവൻ ഒരു കണ്ണിയുടെ അങ്ങേയറ്റോ ഇങ്ങേയറ്റോ അറിയാൻ വയ്യാത്തൊരു കണ്ണി മാത്രമാണ്. അവന് കിട്ടുന്ന 40,000 രൂപ അല്ലെ 50,000 രൂപ അല്ലെങ്കിൽ ഒരു റിട്ടേൺ ടിക്കറ്റ് ഗൾഫിലേക്കുള്ള, അത് മാത്രമേ ഉള്ളൂ അവന്റെ. അതാണ് പ്രശ്നം. അപ്പൊ അത്തരക്കാരൻ ഇല്ലാതാകണമെങ്കിൽ ഇങ്ങനെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നടക്കൂ. ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചയിൽ വരാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്നത്. അതിനു പകരം ഡൽഹിയിൽ ഹിന്ദുവിന്റെ വാർത്ത കൊടുത്തല്ലോ, അത് CPM അറിഞ്ഞോ എന്നാണ് വസന്തി ചോദിക്കുന്നത്. അല്ല ശ്രീ രവീന്ദ്രൻ, ഇതെല്ലാം വേറെ പ്രശ്നങ്ങളാണല്ലോ. ഇപ്പോൾ ADGPയെ സംരക്ഷിച്ച് നിർത്തിയ മുഖ്യമന്ത്രിക്ക് ഒടുവിൽ അദ്ദേഹത്തിന് കൈയൊഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായല്ലോ DGPയുടെ അന്വേഷണം കഴിയുമ്പോൾ. ഇനി പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട നടപടി എടുത്തു എന്ന് അനങ്ങാതിരുന്ന സർക്കാരിന് ഇപ്പോൾ ഒരു ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കേണ്ട ഗതികേടുണ്ടായല്ലോ. അതും ഇതേപോലെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ തുടർന്നാണല്ലോ. ഇനി മൂന്നാമത് താങ്കൾ പറഞ്ഞ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾ വ്യക്തതയായിട്ടില്ല ശ്രീ M. ജയേന്ദ്രൻ ആർക്കും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ. ഇപ്പോഴും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ചിട്ടും മുഖ്യമന്ത്രി ഇന്നലെ തള്ളാതെ കൂടെ നിർത്തിയ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ പറയാതിരുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ഹിന്ദുവിന്റെ അഭിമുഖത്തിന്റെ ഭാഗമായി വന്നത് എന്ന സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. എന്തുകൊണ്ടത് നടക്കുന്നില്ല? അപ്പോൾ ഈ ചോദ്യങ്ങളിലൊക്കെ തന്നെ സംശയം ജനിപ്പിക്കുമാറുമുള്ള ദുരൂഹമായ ഒരു നിശബ്ദത ഇതിനെല്ലാം ഇടയിൽ കിടക്കുന്നുണ്ട്. അത് വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്, പാർട്ടിക്കുണ്ട്. അതിൽ അൻവറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കാര്യമില്ലല്ലോ ശ്രീ M. ജയചന്ദ്രൻ. അല്ല, അൻവറിനെ ആര് പ്രതിസ്ഥാനത്ത് നിർത്തുന്നു? ഇവിടെ സർക്കാരോ പാർട്ടിയോ ഇപ്പൊ ഇവിടെ സംസാരിച്ച ഞാനോ ഒന്നും അൻവറിനെ പ്രതിസ്ഥാനത്തല്ലല്ലോ നിർത്തുന്നത്. അൻവറിന്റെ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അത് പ്രതിയോ വാദിയോ എന്നുള്ള കോടതി വ്യവഹാര ഭാഷയിലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സർക്കാർ ആ ഒരു നിലപാട് സ്വീകരിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പിന്നെ താങ്കൾ പറഞ്ഞ ഈ ADGP വിഷയം, കഴിഞ്ഞ മാസം 3-ാം തീയതിയാണല്ലോ DGPയുടെ SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രി. 1 മാസമാണല്ലോ കാലാവധി കൊടുക്കുന്നത്. ഇന്നലത്തെ പ്രസ് മീറ്റിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ, ഞാൻ നൽകിയിട്ടുള്ള കാലാവധി 1 മാസമാണ് എന്ന് ഖണ്ഡിതമായി പറയുന്നുണ്ടല്ലോ. അതിന് പിറ്റേ ദിവസമാണല്ലോ ഇന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ റിപ്പോർട്ട് വരും. ഇന്നലെ അദ്ദേഹം പറഞ്ഞപ്പോഴേ അറിയാം അദ്ദേഹത്തിന്റെ രീതിയും ശൈലിയും ഒരുമാതിരിയൊക്കെ അന്വേഷിക്കുന്നവർക്കറിയാം. പിറ്റേ ദിവസം, അതായത് ഇന്ന് 4-ാം തീയതി അല്ലെങ്കിൽ മാക്സിമം 5-ാം തീയതിക്ക് ആ റിപ്പോർട്ട് വരും.
അല്ല വരുമെന്ന് ഉറപ്പൊന്നുമില്ല, കാരണം വരുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം തൃശൂർ പൂരം ഈ അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊടുത്ത 2 ആഴ്ചയിൽ അതൊന്നും സംഭവിച്ചില്ലല്ലോ. മാസങ്ങൾ കഴിഞ്ഞാണല്ലോ പിന്നെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത്. ഒരു അന്വേഷണം ഉണ്ടായില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. ഗോപികൃഷ്ണൻ താങ്കൾക്ക് ഉറപ്പില്ലായിരിക്കാം, പക്ഷെ എനിക്ക് ഇപ്പൊ സംസാരിക്കുമ്പോൾ ഈ ചർച്ചയിൽ ഉറപ്പുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ എം ജയചന്ദ്രൻ സാർ, ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം കൊണ്ട് കേൾക്കുന്നില്ല. ഞാൻ താങ്കൾ പറഞ്ഞ ഭാഗം താങ്കൾ കൂടി കേൾക്കേണ്ട രീതിയിൽ മറുപടി പറയേണ്ടത്. താങ്കൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറപ്പില്ല എന്ന് പറയാൻ കാരണം നമുക്കുണ്ടായിട്ടുള്ള മുൻ അനുഭവമാണ് തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ താങ്കൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ വസന്ത തെങ്ങുംപിള്ളി. ഇവിടെ ശ്രീ എം ജയചന്ദ്രൻ അദ്ദേഹം പറയുകയായിരുന്നു, പി വി അൻവറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിന്മേൽ പല കാര്യങ്ങളും അത് ഇല്ലാതാക്കാൻ വേണ്ടുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. മാത്രമല്ല ഇതെല്ലാം വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായി ചേർത്ത് വെച്ച് കാണേണ്ടതാണ് എന്നാണ്. ഈ അൻവറിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് കരുതുക. അതായത് കണ്ണൂരിൽ നിന്നൊരു നേതാവിൻ്റെ പിന്തുണയുണ്ട്, അണികളുണ്ട്, MLA മാരുണ്ട് എന്നതൊക്കെ ഒരു പുതിയ പാർട്ടി പ്രഖ്യാപനത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പരമാവധി ആളുകൾ ഇങ്ങ് പോരട്ടെ എന്നതിന് വേണ്ടിയുള്ളൊരു സ്ട്രാറ്റജി മാത്രമായി കാണുന്നുണ്ടോ കോൺഗ്രസ്? അതോ യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്തെ ഒരു വലിയ വിഭാഗത്തിൻ്റെ അസ്വസ്ഥതകളെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പി വി അൻവറിന് കഴിയും എന്നാണോ പ്രതിപക്ഷം കണക്കുകൂട്ടുന്നത്? അല്ല ശ്രീ ഗോപികൃഷ്ണൻ, നോക്കൂ, ഇപ്പോൾ MJ പറഞ്ഞൊരു കാര്യമുണ്ട്. അൻവർ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അൻവർ ഒരു വാപോയ കോടാലിയാണ് എന്ന MJയുടെ വാദത്തെ അംഗീകരിച്ചേക്കാം. അൻവർ അവിടെ നിന്ന് എന്തും പറഞ്ഞു കൊള്ളട്ടെ. പക്ഷേ അൻവറിനെതിരായി മുഖ്യമന്ത്രി പറഞ്ഞ ചില ആരോപണങ്ങളുണ്ട്. മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വർണം പൊട്ടിക്കൽ സംഘം, അവരുടെ അസ്വസ്ഥത, ആ അസ്വസ്ഥതയാണ് അൻവറിന്റെ നാവിലൂടെ ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് പറയുന്നത്. എന്ത് തെളിവാണ് മുഖ്യമന്ത്രിക്കുള്ളത്? പുറത്തുവിടണ്ടേ? ഗോപികൃഷ്ണനും ഞാനും അടങ്ങുന്ന കേരള ജനസമൂഹത്തോട് അദ്ദേഹം പറയണ്ടേ, നോക്കൂ, പി വി അൻവർ എന്ന് പറയുന്ന MLA കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ ആളാണ് എന്ന് ഇന്ന തെളിവുകൾ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന് പറയണ്ടേ? ആ തെളിവ് പുറത്തുവിടണ്ടേ മുഖ്യമന്ത്രി പിണറായി വിജയൻ? രണ്ടാമത്, പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ജീവിതത്തിൽ ഏക്കാവുന്ന ഏറ്റവും വലിയ കളങ്കമാണ് അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വണ്ണത്തിൽ ഒരു ഇന്റർവ്യൂ പുറത്തു വരുന്നു. ആ ഇന്റർവ്യൂ പുറത്തു വന്ന് 36 മണിക്കൂർ വേണ്ടി വന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കമാന്നൊരക്ഷരം ഉണ്ടായി. പിണറായി വിജയന്റെ കഴിഞ്ഞ 6 ദശാബ്ദക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തെ മുഴുവൻ ഒരു ചെളിവാരി എറിയുന്നത് പോലെ ന്യൂനപക്ഷ വിരുദ്ധനായ പിണറായി എന്ന് പറയാൻ പറ്റുന്ന ഒരു ആരോപണത്തിനുള്ള വഴി വിട്ടുകൊടുത്തത് ആരാണ്? അതിൻ്റെ അകത്ത് എന്താണ്? ഇത് ഹിന്ദുവിനെതിരെയോ ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് അറിയാതെ, ഹിന്ദുവിനറിയാതെ ഇവരുടെ രണ്ടിൻ്റെ നടുക്കേക്ക് വന്നിരുന്ന മുൻ MLA മകൻ കൂടിയായിട്ടുള്ള പറയുന്ന PR ഏജൻസിക്കെതിരെയോ എന്ത് നിലപാടാണ് ഈ പാർട്ടിയോ മുഖ്യമന്ത്രിയോ സ്വീകരിച്ചത്? ഒരു മാനനഷ്ടത്തിന് നോട്ടീസെങ്കിലും വയ്ക്കാൻ തയ്യാറായോ? കുറെ ചിരിച്ചു കാണിക്കുക, ഞാനൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈമാറുന്നതല്ലേ? നോക്കൂ, പിണറായി വിജയൻ, ഇപ്പൊ അൻവർ ആരുമായിക്കോട്ടെ, അൻവർ ഒരു സ്വതന്ത്ര MLA ആണ്, അല്ലെങ്കിൽ ശ്രീ MJ പറഞ്ഞേക്കാം ഇത് മറ്റൊരു PC ജോർജ് ആണ് എന്ന് പറഞ്ഞേക്കാം, വാട്ട് എവർ, അൻവറിന്റെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. പക്ഷെ പിണറായി വിജയൻ കേരളത്തിലെ, ഇന്ത്യയിലെ നിലവിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ ഒട്ടാകെ പ്രതീക്ഷ കൊടുക്കുന്ന RSS വിരുദ്ധ മുന്നണി പോരാളിയല്ലേ? ആ പോരാളിക്കെതിരെയാണ് ഇതുപോലൊരു ആരോപണം ഉന്നയിക്കത്തക്കവണ്ണത്തിൽ ഈ പറയുന്ന ഹിന്ദുവിന്റെ വേദിയിൽ വെച്ചൊരു അവസരം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്ത് നിലപാട്, എന്ത് നിയമ നടപടി ഇവർ സ്വീകരിച്ചു എന്ന് പറയാൻ, അത് കാണാൻ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് ആഗ്രഹം കാണില്ലേ? അത് പറയണ്ടേ മുഖ്യമന്ത്രി? അത് പറയണ്ടേ MJ അടക്കം അവരെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവർ? ഇനി അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഇല്ലെങ്കിൽ ശ്രീ MJ, ഞാൻ അങ്ങേക്ക് ഓഫർ ചെയ്യാണ്, മുഖ്യമന്ത്രിക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ ഈ എളിയവനും ഒരു അഭിഭാഷകനാണ്, അദ്ദേഹത്തിന് ഫ്രീ ആയി അയച്ചു കൊടുത്തേക്കാം. ഇത് ഹിന്ദുവിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന PR ഏജൻസിക്കെതിരെ ഒരു PR ഏജൻസിയുടെ 2 പേർ അവിടെ വന്നിരുന്നിട്ട് മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ ഗോപികൃഷ്ണൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അവിടെ സെക്യൂരിറ്റിയുടെ ചുമതല വഹിക്കുന്ന ആരാണ്? അത് ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെയാണ്. അതായത് ആ ADGPയുടെ അറിവില്ലാതെ, ഇന്റലിജൻസ് DGPയുടെ അറിവില്ലാതെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂവിലേക്ക് എങ്ങനെയാണ് ഒരു സംഘത്തിന് കടന്നു കയറാൻ സാധിക്കുക? മുഖ്യമന്ത്രി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ രാഷ്ട്രീയ കളങ്കമുണ്ടാക്കുന്ന വാക്കുകൾ എഴുതി കൊടുക്കാൻ സാധിക്കുക?
ഇനി അങ്ങനെ കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു കൂട്ടം കടന്നു കയറി എന്നിരിക്കട്ടെ, നാളെ MJ ഒക്കെ പറഞ്ഞേക്കാം അത് മൊസാദാണ്, റോയാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. ഇനി അവരാണെന്ന് തന്നെ ഇരിക്കട്ടെ, എന്ത് നിയമ നടപടി, സ്വന്തം രാഷ്ട്രീയ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചത്? നാളെ ഈ പാർട്ടിയുടെ നിങ്ങളുടെ കുറെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ തരം താട്ടും. മാഷാള്ള ഒട്ടിച്ച് സ്റ്റിക്കർ അയച്ച് വീട്ടിലേക്ക് ഇനോവ പറഞ്ഞു വിടുമെന്ന് പേടിയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, കമ്മ്യൂണിസ്റ്റുകൾ ഒരു പക്ഷേ ഈ അൻവറിന്റെ പുറകെ കൂടിയാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഇനി ഒരു കാര്യം കൂടി ശ്രീ ഗോപികൃഷ്ണൻ, ശ്രീ MJ ചോദിച്ചു, എന്താണ് ഈ രാജ്യത്ത് സെക്യുലർ അല്ലാതെ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന്. അൻവർ പറഞ്ഞത് സെക്യുലറായി ഞാൻ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നു എന്നല്ല. എല്ലാ പാർട്ടികളും സെക്യുലറായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നെങ്കിലും അവ ആശയാടിസ്ഥാനത്തിൽ സെക്യുലർ അല്ലാതെ വരുമ്പോൾ ഇതാ ഞാൻ സെക്യുലറായി മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നാ. നിങ്ങൾ സെക്യുലർ അല്ലെന്നാണ് അയാൾ പറയുന്നത്. മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ സെക്യുലർ അല്ല. നിങ്ങൾ തൃശ്ശൂർ പൂരം കലക്കി സീറ്റ് BJPക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവരാണ്. നിങ്ങൾ ശബരിമലയിലെ സുരക്ഷാ സംവിധാനങ്ങളെ തച്ചു തകർക്കരുത് അവിടെ RSSന് വഴിവിട്ടു കൊടുക്കുന്നവരാണ്. നിങ്ങൾ മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ന്യൂനപക്ഷ തീവ്രവാദികൾക്ക് അവരുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി വഴിവെച്ചു കൊടുക്കുന്നവരാണ് എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഞാനിതാ ഒരു സെക്യുലർ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അത് ആശയപരമാണ്. MJക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടല്ല. MJ നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം പൊട്ടം കളിക്കുകയാണ്. ആ പൊട്ടം കളി പാർട്ടി പ്രവർത്തകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഒപ്പം മുഴുവൻ നിങ്ങൾക്ക് P ശശിയെ നൂലെ കെട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഇറക്കാമെന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് അപ്പാടെ ചെറുക്കാൻ ആ പാർട്ടിക്കുള്ളിൽ തന്നെ പലരും ഇറങ്ങി പുറപ്പെടുന്നുണ്ട് എന്നതിന്റെ കാഹളധ്വനിയായി ഇതിനെ കണ്ടാൽ മതി തൽക്കാലം. ശ്രീ A. സജീവൻ, ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് DGP റിപ്പോർട്ട് സമർപ്പിച്ചാൽ സ്വാഭാവികമായും ADGP MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിക്ക് നീക്കേണ്ടി വരും എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. CPI ആകട്ടെ തിങ്കളാഴ്ചയ്ക്കകം അങ്ങനെ ഒരു നടപടി ഉണ്ടാകണം എന്നൊരു അന്ത്യശാസ്ത്രം നൽകുന്ന മട്ടിൽ നിൽക്കുകയുമാണ് മുന്നണിക്കകത്ത്. ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഒരു ത്രിതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ്. ഇനി സ്വർണ്ണക്കടത്ത്, പോലീസിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഈ കാര്യങ്ങളിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് എന്ത് തുടർ നടപടി എന്ന ചോദ്യം അവശേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും, തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലായാലും ADGPയുടെ RS നേതാക്കളുമായി കൂടിക്കാഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്ന നടപടിയുടെ കാര്യത്തിലായാലും ഒക്കെ അൻവറിൻ്റെ ആരോപണങ്ങളെ, അൻവറിൻ്റെ നിലപാടുകളെ, അൻവറിൻ്റെ വാദങ്ങളെ ശരിവെക്കുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ നടപടികൾ മാറാൻ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം എന്ന പ്രഖ്യാപനവുമായി നിൽക്കുന്ന അൻവറിന് അത് കൂടുതൽ ഊർജം പകരുമോ? ആ ഊർജം നൽകുന്ന കൂട്ടത്തിൽ CPIയിൽ നിന്നുള്ള അണികളുടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശ്രീ A. സജീവൻ, എനിക്കൊന്ന് ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ്. നമുക്ക് നേരെ പോകാം ശ്രീ M. ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, അങ്ങനെ ഒരു സാഹചര്യം സ്വാഭാവികമായും അൻവറിന് അനുകൂലമായി മാറില്ലേ ഈ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ? ഗോപീഷ്, ഞാൻ സംസാരിച്ചു വന്നപ്പോ കുറെ സമയത്ത് ഇന്ററപ്ഷൻ ഉണ്ടായി, കട്ടായി പോയിട്ടുണ്ടായിരുന്നു. താങ്കളുടെ ചോദ്യങ്ങളുടെ ആ പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് വരുമ്പോഴാണ് കട്ടായി പോകുന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ ആ കാര്യത്തിൽ താങ്കളുടെ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിനും കൂടെ പറയണമല്ലോ. അതുകൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്. അൻവറിന്റെ ഈ പുതിയ പാർട്ടി രൂപീകരണം ആർക്കാണ് ആശങ്കയുള്ളത് എന്നുള്ളത് അന്വേഷിച്ചുകൊള്ളുക. പ്രത്യേകിച്ചും മഞ്ചേരിയിൽ 1,00,000 പേരെ പങ്കെടുപ്പിച്ച് ഒരു സമ്മേളനം നടത്തുമ്പോൾ CPMന് മലപ്പുറത്തുള്ള ശേഷി, കേരളത്തിലുള്ള ശേഷി എത്രയാണെന്നുള്ള ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. 7% വരും. അതാണ് അതിൽ വർധനവുണ്ടായാലാണ് കൂടുതൽ ചർച്ച വേണ്ടി വരുന്നത്. ശോഷണം ഉണ്ടായാലും ചർച്ച വേണ്ടി വരും. ശോഷണം ഉണ്ടായതായി നമുക്ക് ആ തരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ ഇല്ല ഏതായാലും. പിന്നെ ഇത് വരുമ്പോ ഇവിടെ പുതിയ പാർട്ടിയുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ പുതിയ പാർട്ടി അടുത്ത കാലത്തൊക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അതിലാദ്യം ശ്രീ MV രാഘവന്റെ CMB വന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഗൗരിയമ്മയുടെ JSS വന്നു. അതൊക്കെ അവർ കൊണ്ടു നടന്നു. MLA മാരുണ്ടായി, മന്ത്രിമാരുണ്ടായി. ആ പാർട്ടി പിന്നെ എങ്ങോട്ടാണ് എത്തിയത്? അവരുടെ കുഴപ്പം കൊണ്ടല്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പാർട്ടികളിലേക്ക് പുതിയ അണികൾ വരാതായി. അങ്ങനെയാണ്. ഒരു പാർട്ടി നിങ്ങൾക്ക് ഉണ്ടാക്കാം, പക്ഷെ അത് മുമ്പോട്ട് പോകണമെങ്കിൽ പുതിയ അണികൾ ആ പാർട്ടിയിലേക്ക് വരണം. RSPയെ കുറിച്ച് നമ്മൾ ഇപ്പോഴും അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. RSPയുടെ പ്രശ്നം ആ പാർട്ടിയിൽ ഇപ്പോഴും നേതാക്കളുണ്ട്, പക്ഷെ പുതിയ അണികൾ അതിലേക്ക് വരുന്നില്ല. CMBയുടെയും പിന്നീട് JSSന്റെ ഒക്കെ സ്ഥിതി തന്നെ ആകുമായിരുന്നു. അങ്ങനെയല്ലാതെ ഒരു പാർട്ടി അൻവറിന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൽ ആൾക്കാരുണ്ടെങ്കിൽ
അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉണ്ടാകട്ടെ, പാർട്ടി വളർന്ന് വലുതാവട്ടെ, അവരുടെ പിന്നെ വീക്ഷണങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നേടാനായി ജനങ്ങൾ ഒപ്പം നിൽക്കട്ടെ. അതൊന്നും എനിക്കൊരു തർക്കമില്ല, ഞാൻ സ്വാഗതം ചെയ്യുകയുള്ളൂ. അതിനോട് നിഷേധാത്മക സമീപനം. പക്ഷെ ഒരു കാര്യത്തിലേ ഉള്ളൂ പിന്നെ പറയാനുള്ള കാര്യം, ഈ CPM-ന്റെ സമ്മേളനങ്ങളെ സ്വാധീനിക്കാനാണ്, അല്ലെങ്കിൽ CPM-ന്റെ ആൾക്കാര് ഇപ്പൊ അൻവറിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട് എന്നൊക്കെ കരുതുന്നവര് ഇതിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വയ്യാത്തവരാണ്. ഇതിനകത്ത് ഇപ്പൊ ഡാം ഷുവർ എന്ന് പറയാവുന്ന സുനിശ്ചിതമായ ഒരു കാര്യമുള്ളത് എന്താണ് ഇപ്പൊ ഉള്ളത്? സുനിശ്ചിതമായ കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങളുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത് തുടങ്ങിക്കഴിഞ്ഞു. അതാണ് സുനിശ്ചിതമായ കാര്യം. അത് അടുത്ത വർഷം ഏപ്രിൽ മധുര പാർട്ടി കോൺഗ്രസോട് കൂടിയാണ്, 24 പാർട്ടി കോൺഗ്രസോട് കൂടിയാണ് ആ സംഘടനാ സമ്മേളനങ്ങളുടെ ഷെഡ്യൂൾ അവസാനിക്കുക. അതുവരെ ഈ സമ്മേളനങ്ങൾ അഭംഗുരം തുടരുകയാണ്. അതെവിടെയും ഒരു അൻവർ കൊണ്ടോ ഒന്നിലധികം അൻവറുമാർ ഉണ്ടായാലോ അത് തടസ്സപ്പെടില്ല, മുമ്പോട്ട് തന്നെ പോകും. വിമർശനങ്ങൾ ഉണ്ടാവും, സ്വയം വിമർശനം ഉണ്ടാവും. അതാണ് പാർട്ടി സമ്മേളനം 3 വർഷം കൂടുമ്പോൾ നടക്കുന്നത്. അത് സ്വാഭാവികമായ പ്രക്രിയയാണ്, മറ്റു പാർട്ടികൾക്ക് ഇല്ലാത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമേ അതുള്ളൂ, താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ അതിലേക്ക് പോകുന്നില്ല കൂടുതൽ. അപ്പൊ അങ്ങനത്തെ ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് നേതാക്കളുണ്ട് എന്ന് പറഞ്ഞാൽ, കണ്ണൂരിൽ നിന്ന് ഈ നേതാക്കൾ പോയിട്ട് പാർട്ടി മെമ്പർഷിപ്പിൽ പോയിട്ട് അണികളിൽപ്പെട്ട ഒരാൾ പോലും അൻവറിന്റെ കൂടെ പോവില്ല. അതാണ് ആ പാർട്ടിയുടെ ഘടനാപരമായ കെട്ടുറപ്പ്, അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഘടനാപരമായ വളരെ കെട്ടുറപ്പോടുകൂടി നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് അൻവർ വിചാരിച്ചാൽ എങ്ങനെയാണ് ആൾക്കാർ പോവുക എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് കേൾക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ശ്രീ ഗോപികൃഷ്ണൻ, അത് പിന്നെ ഒരു ഫലിതമായിട്ട് പോലും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഒരു പൗരൻ നിലയ്ക്കകത്ത് ഏതറ്റം വരെയും ഉണ്ട്. അത് ചെയ്തോട്ടെ, എനിക്ക് തർക്കമൊന്നുമില്ല. ശരി, ശ്രീ എ സജീവൻ. ഹലോ, കേൾക്കുന്നുണ്ട് ശ്രീ എം ജയചന്ദ്രൻ. ശ്രീ എ സജീവൻ, അതായത് ഈ ഞാൻ നേരത്തെ ചോദിച്ചത്, നേരത്തെ ആ ലൈൻ കട്ടായി പോയതാണ്. അതായത് ADGPക്കെതിരെ അന്വേഷണം നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. പൂരത്തിന്റെ കാര്യത്തിൽ ത്രിതല അന്വേഷണത്തിന് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഇത്തരം നടപടികളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അൻവറിന് അത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിഞ്ഞതായി വേണമെങ്കിൽ അദ്ദേഹത്തിനൊരു അവകാശവാദം ഉന്നയിക്കാം. ഈ അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുക ഒരു പാർട്ടി രൂപീകരണത്തിന് തൊട്ടു മുന്നെയാണ് എന്ന് പറഞ്ഞാൽ, അത് CPM-നകത്തെ ഈ പിണറായി കേന്ദ്രീകൃത നേതൃത്വത്തിന് അസംതൃപ്തരായി നിൽക്കുന്ന അണികളിലെ ഒരു വിഭാഗത്തെ ഈ അൻവറിലേക്ക് ആകൃഷ്ടരാകാൻ കാരണമാക്കുമോ? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? അതിലെ ഇതിന്റെ ഗുണഭോക്താവ് അൻവറായി മാറും എന്ന് കരുതുന്നുണ്ടോ? അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ ADGPക്കെതിരെയുള്ള അന്വേഷണത്തിന് സാധ്യത അദ്ദേഹത്തിന് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ മാറ്റി നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കാം. അത് യാഥാർത്ഥ്യവുമായിരിക്കാം. പക്ഷെ അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ADGP നൽകിയിട്ടുള്ള പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അത് വിശ്വസനീയമല്ല, അതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ തന്നെ ADGPയുടെ റിപ്പോർട്ട് വിശ്വസനീയമല്ല എന്ന് സർക്കാരിന് തന്നെ ബോധ്യമുണ്ടെന്ന് തെളിയുന്നു. അതുകൊണ്ടാണല്ലോ വേറെ അന്വേഷണം നടക്കുന്നത്. പക്ഷെ അതിൽ പക്ഷേ ADGP തന്നെ ആയിരിക്കാം കുറ്റക്കാരൻ എന്ന് വന്നാൽ പോലും താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അൻവർ പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കും, പൂരം കലക്കലിന്റെ കാര്യം. പക്ഷെ അൻവർ ഉന്നയിച്ചിട്ടുള്ളത് ഈ പൂരം കലക്കാൻ താല്പര്യപ്പെട്ട ആള്, അതിന് ഗുണഭോക്താവായിട്ടുള്ള ആള്, അദ്ദേഹം പേര് പറഞ്ഞില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയാണ് എന്നാണ്. അങ്ങനെ ഒന്നും സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഈ പറയുന്ന അൻവർ പറഞ്ഞ ഈ പൂരം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്ന് തെളിഞ്ഞാൽ പോലും ഒരു പാർട്ടി രൂപീകരണം എന്നത് അൻവറിനോടൊപ്പം പോകണമെങ്കിൽ ആ പാർട്ടിയുടെ സാധ്യതകൾ, ആ പാർട്ടി ഈ കേരളത്തിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിലോ എന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയത്തിലൊരു വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ ആ പാർട്ടിയോടൊപ്പം ചേരുകയുള്ളൂ. പ്രത്യേകിച്ച് CPM പ്രവർത്തകർ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ധാരണ വേണം. ഇപ്പൊ ഈ RMP രൂപീകരണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം നിലവിലുള്ള രീതിയോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായിട്ടാണ് കുറെ പേരെങ്കിലും പോയിട്ടുള്ളത്. MV രാഘവനോടൊപ്പം പോയിട്ടുള്ളതും ഗൗരിയമ്മയോടൊപ്പം പോയിട്ടുള്ളതൊക്കെ ഈ തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അവർ ഉന്നയിക്കുന്ന നിലപാട്, അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഓരോന്നിലും ഉള്ള നയപരമായിട്ടുള്ള വിയോജിപ്പ് എന്ന രീതിയിലാണ്. അല്ലാതെ ഒരു സ്വർണം പൊട്ടിക്കൽ കേസിന്റെ കാര്യം ഉന്നയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പൂരം കലക്കൽ ഉന്നയിച്ചുകൊണ്ടോ എന്നാ പിന്നെ അൻവറിനൊപ്പം പോയേക്കാമെന്ന് വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ജയേന്ദ്രനോട് പറഞ്ഞ പോലെ അൻവറിന് ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്.
അദ്ദേഹത്തിന് എന്താണ് മതേതരമാണെന്ന് പറയാം, സമ്പൂർണ്ണ മതേതരമാണെന്ന് പറയാം, ആ തരത്തിലൊക്കെ പോകാം. പക്ഷേ ഒരു പാർട്ടിയിലേക്ക് എത്ര പേർ വരും എന്നുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എം വി രാഘവൻ എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും ശക്തനായ നേതാവ്, CPM-ലെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു എം വി രാഘവൻ. EMS ഒക്കെ ഉള്ള കാലത്താണെങ്കിൽ പോലും ആരെയും വെല്ലുവിളിക്കാൻ പറ്റുന്ന രൂപത്തിൽ നട്ടല് 2 3 ഉണ്ടെന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒരു നേതാവായിരുന്നു എം വി രാഘവൻ. എന്നിട്ട് പോലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ട് പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പേ കോഴിക്കോട് മതിലക്കളത്ത് നടത്തിയുള്ള ആദ്യത്തെ സമ്മേളനം ഉണ്ടല്ലോ, ആ സമ്മേളനത്തിൽ വന്ന് 99% UDF-ന്റെ ആളുകൾ, പ്രത്യേകിച്ച് ലീഗിന്റെ ആളുകളായിരുന്നു. നമുക്ക് എല്ലാവർക്കും നേരിട്ട് കണ്ട അനുഭവം വെച്ചാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ഒരു UDF പിന്തുണ ഉള്ളത് കൊണ്ടാണ് ആ പാർട്ടി CMP അതേപോലെ നിലനിർത്താൻ പറ്റിയത്. ഗൗരിയമ്മയുടെ കാര്യത്തിലാണെങ്കിലും ആ ഗൗരിയമ്മയെ പോലൊരു നേതാവ്, അതായത് മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രഖ്യാപിച്ചിരുന്ന നേതാവാണല്ലോ ഗൗരിയമ്മ. ആ നേതാവ് എത്രയോ കാലത്തെ പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരാൾ. അവര് പാർട്ടി രൂപീകരിച്ചപ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ ഉണ്ടാവാറുണ്ട്? ആ അത്രയും ഔന്നത്യം ഒരിക്കൽ പോലും അൻവറിന് അവകാശപ്പെടാൻ, CPM-ന്റെ പ്രവർത്തകൻ പോലുമല്ല, അദ്ദേഹം CPM-ന്റെ സഹയാത്രികൻ മാത്രമായിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ CPM-ന്റെ അണികളെ മൊത്തമായിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, എനിക്ക് അൻവർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നാണ് എന്റെ പക്ഷം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ വസന്ത് തെങ്ങുംപിള്ളി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പം ശ്രീ MJ അടക്കമുള്ളവർ പറയുന്നത് എന്താണ്, അൻവർ എന്ന് പറയുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു പാർട്ടി കൊണ്ടുവന്ന് അതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ ആം ആദ്മി പാർട്ടി വന്നു, ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ ശ്രീമതി ഗൗരിയമ്മയുടെ പാർട്ടി വന്നു, അങ്ങനെ ഒരുപാട് പാർട്ടികൾ വന്നിട്ടുണ്ട്. അതിനോട് ഞാൻ യോജിക്കുകയും ചെയ്യാണ്. പക്ഷെ അവരാരും മറന്നു പോകാത്തൊരു കാര്യമുണ്ട്, മറന്നു പോകേണ്ടാത്തൊരു കാര്യമുണ്ട്. പണ്ട് ഡാങ്കെ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഓർമ്മയുണ്ടല്ലോ. ആ ഡാങ്കെ ഇന്നത്തെ പിണറായിയെ പോലെ ഏകാധിപതിയായി മാറിയപ്പോൾ ഡാങ്കെയാണ് ഒറ്റയ്ക്കൊരു പാർട്ടി എന്ന് പറഞ്ഞ സമയത്താണ് ആ 42 പേർ ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി, അല്ലേ, CPM ഉണ്ടായത്. ഇന്ന് അതേ ഡാങ്കയിലേക്ക് പിണറായി മാറുമ്പോൾ ഈ കൂടെ ഇറങ്ങി വരുന്നവർ ചിലപ്പോൾ അൻവറിനൊപ്പം ചേർന്നാൽ അതിൽ അതിശയിക്കാനില്ല, അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശ്രീ സജീവൻ, ഇപ്പോൾ ഈ ഒരൊറ്റ കാര്യം കൂടി ക്ലാരിറ്റി വരുത്തി നമുക്ക് ചർച്ച അവസാനിപ്പിക്കും. അതായത് അൻവർ ഇങ്ങനെ P ജയരാജൻ അല്ല എൻ്റെ പിന്നിലുള്ളത്, കണ്ണൂരിൽ നിന്നുള്ളൊരു നേതാവാണ്, പാർട്ടി പദവിയിലുള്ള ആളാണ് എന്നൊക്കെ ഇപ്പോഴിങ്ങനെ പരസ്യമായി പറയുന്നത് പാർട്ടി അണികളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്ന് ലക്ഷ്യം വെച്ചാണോ, അതല്ല എന്തെങ്കിലും ഒന്ന് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നതാണോ, അതോ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ഉണ്ട് എന്നാണോ? അങ്ങനെ ഏതാണ് താങ്കൾ കരുതുന്നത്? അൻവറിന് നേരത്തെ മാനസികമായി പിന്തുണ നൽകിയിട്ടുള്ള കുറെ നേതാക്കന്മാർ, പരസ്യമായി തന്നെ പിന്തുണ നൽകിയിട്ടുള്ള പല നേതാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം. പരസ്യമായിട്ടല്ലാതെ തന്നെ അൻവറിന്റെ നിലപാടുകളോട് യോജിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷെ ഇപ്പോൾ അൻവർ പറയുന്നത് പോലെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള, പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിൽ ഘടകത്തിൽ അംഗമായിട്ടുള്ള ഒരാള് എന്റെ ഒപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കൽ മാത്രമാണ് അൻവറിന്റെ ലക്ഷ്യം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണൂരിൽ നിന്ന് നേതാക്കന്മാരിൽ സാധാരണ ഇതിൽ നമ്മൾ പിണറായി വിരുദ്ധനായിട്ട് ഇപ്പൊ പറയാറുള്ളത് P ജയരാജനെ കുറിച്ചാണ്. അദ്ദേഹമാണ് ശക്തമായിട്ട് ചില നിലപാടുകൾ ഈ നിലവിലുള്ള ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ എടുക്കാറുള്ളത്. അത് പിണറായിയോടൊപ്പം വളരെ അടുത്ത് നിന്നിരുന്ന EP ജയരാജനെതിരെയൊക്കെ പാർട്ടി ഫോറങ്ങളിൽ ശക്തമായ രൂപത്തിൽ എം വി ജയരാജൻ പിണറായിയോടൊപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പോലും ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നീട് ഇപ്പോഴാളുകൾക്ക് P ജയരാജൻ അല്ല എന്ന് പറഞ്ഞാൽ EP ജയരാജനാണോ എന്നുള്ള ചോദ്യം. കാരണം EP ജയരാജനെയാണല്ലോ കൺവീനർ, LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയിട്ടുള്ളത്. അപ്പൊ ആളുകൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ EP ജയരാജൻ കുറച്ചു മുമ്പാണെങ്കിൽ അത് ശരിയായിരുന്നു. പക്ഷെ അടുത്ത ദിവസങ്ങളിലായിട്ട് EP ജയരാജൻ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ പുറത്തു പോകാൻ താല്പര്യപ്പെട്ടല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അങ്ങനെ EP ജയരാജൻ പോവുകയാണെങ്കിൽ പോലും അതൊരു വലിയ ചലനം സൃഷ്ടിക്കുന്ന രീതി. കാരണം EP ജയരാജന് എതിരെ പാർട്ടി ഇപ്പോഴും സംഘടനാപരമായിട്ട് നടപടികളൊന്നും എടുത്തിട്ടില്ല. അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റി എന്നല്ലാതെ പാർട്ടിയിലുള്ള നടപടി താങ്കൾക്ക് അറിയാമല്ലോ, പാർട്ടിയിൽ ഉണ്ടാകുന്ന ഓരോ അച്ചടക്ക നടപടി, ഇതിലൊന്നു പോലും EP ജയരാജനെതിരെ എടുക്കാതെ ഇപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് വളരെ ഉന്നതമായിട്ടുള്ള ഒന്നാണല്ലോ.
അപ്പം അങ്ങനെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള EP ജയരാജൻ അൻവറിന്റെ ഒപ്പം പോകുമെന്നൊക്കെ, അല്ല അദ്ദേഹത്തോടൊപ്പം ചേരാനാണ് ആഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് അൻവർ മാത്രം വിശ്വസിക്കുന്ന ഒന്നായിട്ട് മാറും എന്നാണ് എനിക്ക് ശരി, തോന്നുന്നത്. ഏതായാലും കണ്ണൂരിലെ നേതാവിന്റെ കരുത്തിൽ കൂടിയാണ് താൻ നിൽക്കുന്നതെന്ന് PV അൻവർ പറഞ്ഞത് അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയെന്ന ഒറ്റ ഉദ്ദേശത്തിലും ലക്ഷ്യത്തിലുമാണ് എന്ന ഒരു വിലയിരുത്തൽ പൊതുവിലുണ്ട്. എന്നാൽ ആ ലക്ഷ്യത്തിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അത് ലക്ഷ്യം കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമോ, അതോ കൂടുതൽ കാര്യങ്ങൾ അൻവറിന് വെളിപ്പെടുത്തേണ്ടി വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.